ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ പെറ്റൽ ആൻഡ് ലീഫ്. ഇന്ന് നമ്മൾ ഭൂമിയിൽ വിതയ്ക്കാതെ വിത്തുകളൊന്നും ഇടാതെ തന്നെ തനിയെ മുളച്ചു വരുന്ന സസ്യങ്ങൾക്ക്, വിത്ത് വീണ് മുളച്ചു വരുന്ന സസ്യങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഒളന്റിയർ പ്ലാന്റ്സ്. അങ്ങനെ എനിക്ക് ലഭിച്ച ഒരു സൗജന്യ ബോണസ് സസ്യത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിന് മുന്നിലായിട്ട് ഇതെന്റെ അവക്കാഡോ പ്ലാന്റ് ആണ്. അതായത് നമ്മുടെ കൊറോണ സമയത്ത് ഞാൻ വെച്ചതാണ്. 2020 ഞാൻ വെച്ചതാണ്. നിറച്ച് പൂത്തിട്ടുണ്ട്. ഇത്തവണ ആ പ്ലാന്റ് നിറച്ച് പൂത്തിട്ടുണ്ട്. അപ്പൊ അതിന് കൊടുത്ത പരിചരണങ്ങളെല്ലാം തന്നെ ഏറ്റു വാങ്ങിക്കൊണ്ട് തനിയെ പൊടിച്ചു വന്ന എൻ്റെ ഒരു പടവലത്തിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. അപ്പൊ അത് ആർത്ത് വളർന്ന് അങ്ങ് വരും. അതാണ് ഇങ്ങനെ തനിയെ പൊടിച്ചു വരുന്ന സസ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എനിക്കൊരു വലിയ പടവലം ഇതിനകത്തുനിന്ന് കിട്ടി. അത് ഞാൻ ഉപയോഗിച്ചു. രണ്ടാമത് വീണ്ടും ഒരു പടവലം കിട്ടി. അതാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു നീളമുള്ള ഒരു പടവലത്തിന്റെ ഇത് കാണിച്ചിരുന്നല്ലോ, രണ്ടാമത്തത്. അത് കഴിഞ്ഞ് എനിക്ക് മൂന്നാമത്തെ ആളിനെ കിട്ടി. മൂന്നാമത്തെ പടവലം കിട്ടി. അത് കഴിഞ്ഞ് നാലാമൻ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇത് നോക്കിക്കേ, അഞ്ചാമത്തെ ആള് അല്പം കുഞ്ഞനായിപ്പോയി. എല്ലാരും ഇപ്പൊ ഒരുപോലെ ഇരിക്കുവോ? ഇല്ലല്ലോ, അത് അല്പം കുഞ്ഞനായിപ്പോയി. അഞ്ചാമത്തത്. അടുത്ത ആള് നോക്കിക്കേ, ചെറിയ ഒരു പടവലമാണ്. അതിന് ഒരു പ്രാണികളുടെയൊക്കെ ഒരു ഉപദ്രവം വന്നതുകൊണ്ട് ഞാനൊരു കവറിട്ട് അത് സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പ്രകൃതിയിൽ നിന്നും സൗജന്യമായിട്ട് കിട്ടിയ ഒരു ബോണസ് തന്നെയാണ്. ഇങ്ങനെ കിട്ടുന്ന സസ്യങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെ കൂടുതലാണ്. കീടങ്ങളുടെ ആക്രമണമൊക്കെ ചെറുക്കാനുള്ളതും രോഗങ്ങളെയൊക്കെ ചെറുക്കാനും കഴിവ് വളരെ കൂടുതലായിരിക്കും. അതിന്റെ വേര് പടലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നട്ട് വളർത്തുന്ന പടവലത്തിനേക്കാൾ നല്ല ആഴത്തിലൊക്കെ അതിന്റെ വേര് പോകുന്നുണ്ട്. ഞാൻ ഒരു ബേബി പടവല അപ്പുറത്ത് നട്ട് വളർത്തുന്നുണ്ട്. 1-2 കായൊക്കെ തന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വലിയ വിഷമമാണ്. ചെല്ലുമ്പോൾ ഇനിയും വേണോ എന്നുള്ള ഒരു ഭാവമാണ്. ഇത് അങ്ങനെയല്ല, ഇഷ്ടം പോലെ കായ്കൾ നമുക്ക് കിട്ടും. ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞൻ വീഡിയോ ഈ വിശേഷം പറയാനായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.